ഈ സിസ്റ്റത്തിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരുന്നു എങ്കിൽ 20 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതില്ലായിരുന്നു നിഷാദെ. ശരിയാണ്, 2 ലക്ഷം കുട്ടികൾ കുറവാണ് പരീക്ഷ എഴുതിയത്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച്, അതായത് ഈ കഴിഞ്ഞ ആദ്യത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിരുന്നല്ലോ, അതിൻ്റെ അകത്ത് വളരെ കുറച്ച് മാർക്ക്, അതായത് പാസ് മാർക്ക് ആ രീതിയിൽ ക്ലിയറിംഗ് മാർക്കിന് അടുത്തെങ്ങും എത്താത്ത കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും ഈ പരീക്ഷ രണ്ടാമതും എഴുതാതിരുന്നത്. എന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്ത, ആദ്യത്തെ ടെസ്റ്റിലും നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾ, പ്രതീക്ഷയുണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും വീണ്ടും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹമാണത്. എന്റെ ആഗ്രഹമാണോ? ഈ തെരുവിൽ എത്ര കുട്ടികളുണ്ട് പറയുന്നത്? പരീക്ഷാ സിസ്റ്റത്തിലെയും ഇവിടുത്തെ, അതെ, അല്ലല്ല, തെരുവിലെ കാര്യം വിടത്. ഇവിടെ ഈ പരീക്ഷ എഴുതിയ, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ മിടുക്കന്മാരായ കുട്ടികളിൽ ഇന്നലെ സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞത് എന്താ? എനിക്കിതിനൊന്നും സമയമില്ല, എനിക്കിരുന്ന് പഠിച്ച് കൂടുതൽ മാർക്ക് മേടിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ്. പഠിക്കാനും അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു പൊതുവികാരമാണ് ആ കുട്ടി അവിടെ കാണിച്ചത്. അപ്പൊ ഈ താങ്കൾ കാണുന്ന ഒറ്റ കുട്ടിയും ഇപ്പുറത്ത് നിൽക്കുന്ന 100, അപ്പുറത്തൊരു കുട്ടി, ഇപ്പുറത്ത് ആയിരക്കണക്കിന് കുട്ടികൾ, ഏതാണ് പൊതുവികാരത്തിന്റെ മാനദണ്ഡം എടുക്കുക? അല്ല, അതായത് എനിക്ക് എന്റെ സൗകര്യം പോലെ എനിക്ക് കണ്ടുകൂടെ? ഞാൻ അങ്ങനെയാണെന്നേ കാണുന്നത്. പോലെ കണ്ടോളൂ. ഷാബു പ്രസാദ് ഇഷ്ടമുള്ള എടുക്കാം, പക്ഷെ ലോജിക്കൊന്നുമില്ല. താല്പര്യം എനിക്കിങ്ങനെ കാണാനാണ്. അല്ല, എന്റെ ലോജിക്ക് നിങ്ങൾ തീരുമാനിക്കണ്ട. അങ്ങനെ പറഞ്ഞ പോലെ അതായത് ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി പറയുന്നു എനിക്ക് പഠിക്കാൻ അവസരം മതി, എനിക്ക് സമരം ചെയ്യാൻ വയ്യാന്ന്. അതേസമയം 100 കണക്കിന് കുട്ടികൾ, 1000 കുട്ടികൾ തെരുവിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ സിസ്റ്റത്തെ വിമർശിക്കുന്നു. അതിലേതാണ് പൊതുവികാരത്തിന്റെ മാനമായി താങ്കൾ എടുക്കുക? എനിക്ക് താങ്കൾ പറയണം ഒറ്റ കുട്ടിയെ ഞാൻ എടുക്കുള്ളൂ, അതാണ് പൊതുവികാരം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് നന്നായിട്ട്. അല്ല, ഇനി പൊതുവികാരത്തിന് മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം കുട്ടികളും വന്ന് അഭിപ്രായം പറയേണ്ടി വരും. ഈ 1, 100 അല്ലെങ്കിൽ അങ്ങനെയുള്ള കണക്കാണെങ്കിൽ അത് ഈ രണ്ടുപേരുടെയും നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഇത് മുഴുവൻ ആൾക്കാരുടെയും റെപ്രസെന്റേഷൻ അല്ല. ഇത് നമ്പർ ഗെയിം കളിക്കാനാണെങ്കിൽ ഓക്കെ, വിസിബിലിറ്റി ഇല്ലേ? ഈ പരീക്ഷയിൽ അതായത് ഈ പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ കുട്ടിയാണ് പറഞ്ഞത്. ഇതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒട്ടുമിക്ക കുട്ടികളുടെ അഭിപ്രായം ഇതാണെന്നേ. എന്നെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് നേരിട്ടറിയാവുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നൊരു എനിക്ക് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒന്ന് പബ്ലിക്കായിട്ട് നാഷണൽ വൈഡ് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ പരീക്ഷ എഴുതിയ കുട്ടികളോട് ചോദിച്ചു നോക്കുന്നത്, നിങ്ങൾ ഈ മീഡിയ ഇത്ര ദിവസമായി ഈ നീറ്റ് പുനഃപരീക്ഷ എഴുതിയ എത്ര കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? ക്ലിയർ ചെയ്ത എത്ര കുട്ടികളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്?